ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. എനിക്ക് തോന്നിയത് ജഡ്ജസ് അവരുടെ പാർഷ്വാലിറ്റി പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതാണ്. ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ ഇത്തവണ പോലെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റാ ഷോയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും നല്ലത് കണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആദ്യം മുതലേ ഉള്ള റിവ്യൂ. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ജഡ്ജസ് മനഃപൂർവ്വം ഓവറായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഷോയിൽ 1, 2, 3 പ്രൊമോസ് വരണം, നമ്മൾ കട്ടക്കലിപ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബോസിന്റെ പഴയ സീനിയേഴ്സ് ആണ്, നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള അഖിലാണ്, അല്ലെങ്കിൽ രഞ്ജിനിയാണ്, റിയാസ് ആണ്, നിങ്ങൾക്കൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ. പക്ഷേ എനിക്കിന്ന് അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്ന പോലെ തോന്നി. എസ്പെഷ്യലി രഞ്ജിനിയുടെ കേസാണ് പറയാനുള്ളത്. എനിക്ക് നല്ല റൈസ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ അത്രയും ആവശ്യമില്ല. നമുക്കറിയാം നിങ്ങൾ രഞ്ജിനിയാണ്, അല്ലെങ്കിൽ അഖിൽമാരാറാണ്, റിയാസ് ആണെന്നറിയാം. ഇത് പുതിയ ആൾക്കാരാണ്, ഫസ്റ്റ് ഡേ ആണ്. നിങ്ങളത് ഈ ഷോ കത്തിക്കും അല്ലെങ്കിൽ സെറ്റപ്പ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജഡ്ജിങ് പാനൽ, ഇന്നത്തെ ജഡ്ജ്മെന്റിൽ ഞാൻ പേഴ്സണലി ഒട്ടും ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് അയ്യേ അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ, ഇവർക്ക് കൊടുത്തുവിടായിരുന്നോ, അയ്യേ അവരല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് എന്തിനാ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള തോട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നുകൊണ്ടിരുന്നത്. അത് കുറച്ചങ്ങ് കണ്ടുകൊണ്ടിരുന്നപ്പം സെയിം സാധനം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയോ അത്? പിന്നെ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ടീമിന് ഒരു അച്ചടക്കോ ഒതുക്കോ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇവരുടെ എൻട്രി മുതൽ ഇന്ന് വന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കണ്ടസ്റ്റൻസ് തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ നല്ല അലമ്പായിരുന്നു. പിന്നീട് സാധനം ഒന്ന് സെറ്റായി വന്നു, എനിക്കതാ തോന്നിയത്. പക്ഷെ ഇന്നലത്തെ കാലം കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ളതും സ്ട്രാറ്റജിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കറക്റ്റായിട്ട് എന്താ പറയുക വീക്ഷിച്ച് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ഇതിനകത്ത് ജഡ്ജസും പറയുന്നുണ്ടായിരുന്നു, എനിക്കും ആ സാധനം തോന്നി. എനിക്ക് പക്ഷെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ, ഇവരെല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും ഞാൻ അറിഞ്ഞത് ഒരു ഹോട്ടലിലാണ് അവരൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു റൂമിൽ 2 പേര് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും തലേ ദിവസം അവിടെ കളിക്കാൻ പോയിരുന്നവർ പിറ്റേ ദിവസം ഉള്ളവരെ കണ്ടു കാണും. അപ്പോൾ ഇവർ തലേ ദിവസം സംഭവങ്ങൾ പറയുന്നത് 2 ദിവസമായിട്ടാണ് ഈ 2 എപ്പിസോഡും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് ഇതാണ് നടക്കാൻ പോകുന്നത്, അപ്പം നമ്മൾ ഇന്ന പ്ലാനിങ് ഒക്കെ വേണം എന്നുള്ള മെന്റാലിറ്റി വെച്ച് വന്നതാണോ എന്നെനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പലരും പ്രീ പ്ലാൻഡ് ആയിട്ട് നിൽക്കുന്ന പലരും ഉണ്ട്, സ്പോട്ടായിട്ട് മറുപടി പറയുന്ന പലരും ഉണ്ട്, വന്ന് പെട്ടുപോയവരുണ്ട്. അപ്പം പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ 2 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് സെറ്റ് മീൻസ് ആദ്യം കുറച്ച് പേരിൽ നിന്നും കുറച്ച് പേരെ ഡേഞ്ചറിലേക്ക് ആക്കുന്നു, കുറച്ച് പേർക്ക് മൊത്തത്തിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്നു. അപ്പം അത് ഇന്നലെയും ഇന്നും കൂടെ ആയിട്ട് അത്യാവശ്യം കുറച്ച് പേർക്ക് കിട്ടി. പക്ഷെ ഇന്നലെ ആദ്യത്തെ റൗണ്ടിൽ നിന്നും 4 പേരെയാണ് ഡേഞ്ചറിലോട്ട് ആക്കിയത്. രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ നിന്നും 2 പേരെ വീതേ ആക്കിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ടോട്ടലി എല്ലാ റൗണ്ടിൽ നിന്നും ഈ രണ്ട് പേരെ മാത്രമാണ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ആ കളിച്ച ഫസ്റ്റ് ടീമിനോട് കാണിച്ചത് അനീതിയല്ലേ? അത്ര ആക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജയിച്ചവർക്ക് പോലും ചില സമയത്ത് പെൻഡന്റ് കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി ഇത് ജഡ്ജസ് ആണ് തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാം. ശരിക്കും ജഡ്ജസിന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൊള്ളാം, നല്ല പരിപാടിയാണ്. പക്ഷെ ഈവൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുമ്പോൾ ക്യാപ്റ്റൻ ആണ് ഇതിന്റെ വിധി കർത്താവ്, ക്യാപ്റ്റൻ തീരുമാനിക്കാന്നൊക്കെ പറയുമ്പോൾ ക്യാപ്റ്റൻ ആണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ വക പരിപാടീസ് ഒക്കെ, അതായത് ജയിച്ച ആളല്ല, ഇതാണ് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ഇയാൾക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ക്യാപ്റ്റൻ ആണ്. ആ പരിപാടിയാണ് സെയിം ഈ ജഡ്ജസ് ചെയ്തത്. പക്ഷെ ക്യാപ്റ്റൻ ചെയ്യുമ്പോൾ അത് കണ്ടന്റ് ആണ്, ജഡ്ജസ് ചെയ്യുമ്പോൾ അത് അൺഫെയർ ആണ്. പറഞ്ഞ മനസ്സിലാകും. ഞാൻ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് എടുത്ത് വെച്ചിട്ടല്ല പറയുന്നത്. കുറേ സാധനങ്ങൾ കാണുമ്പോൾ ഇവർ ഓവർ ഹൈപ്പ് ചെയ്ത് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇന്നത്തെ പ്രധാന സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജയായിരുന്നു. പൂജക്കിട്ട് നല്ല രീതിക്ക് പൂഷുന്നുണ്ട്. പൂജയുടെ ഓവർ കോൺഫിഡൻസിനിട്ട് അഖിൽമാരാർ തട്ടുന്നുണ്ട്, രഞ്ജിനി തട്ടുന്നുണ്ട്, അതുപോലെ തന്നെ റിയാസ് നല്ല രീതിക്ക് തട്ടുന്നുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഓവർ കോൺഫിഡൻസ് അറ്റ് ദ പീക്ക്. ആൻഡ് നമ്മൾ തോക്കുന്ന ഓരോ കാര്യത്തിനും മറ്റൊരാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള കറക്റ്റ് മറുപടി കൊടുത്തിട്ടുമുണ്ട് അവര്. ദെൻ ദ സെക്കൻഡ് തിങ് ഈസ് അഫിയാനാസിന് ഹെൽത്ത് വൈസ് ഒട്ടും പറ്റുന്നില്ല എന്നാണ് എനിക്കത് കണ്ടുകൊണ്ടിരുന്നിട്ട് മനസ്സിലായ ഒരു കാര്യം. ദെൻ പിന്നീട് പറയാനായിട്ടുള്ളത് ആരുടെ കേസാ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നവരും ഉണ്ടായിരുന്നു. അത്യാവശ്യം ജഡ്ജസ് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വേണ്ടാത്ത കാര്യവും പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്.
അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം ഇന്നത്തെ അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 2ന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് ആദ്യമായിട്ട് കയറി വരുന്ന എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓൺ ആക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ മസ്റ്റായിട്ട് പറയുക. FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് പേജ് ഫോളോ ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു 20 പേരെ കൊണ്ടുവന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിനെക്കാളും ജഡ്ജസ് ആയിക്കോട്ടെ, റനീഷ ആയിക്കോട്ടെ, കുറെ കൂടി അവർക്ക് ഫസ്റ്റ് എപ്പിസോഡിന്റെ ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി. ഫസ്റ്റ് സീനിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ പണ്ട് റിവ്യൂ പേടിച്ച് പറഞ്ഞതുപോലെ ആയിരിക്കില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പൊ അതിന്റെ ഒരു മാറ്റം എനിക്ക് ജഡ്ജസിലും ആങ്കറിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് 3 പേരെടുത്തും റനീഷ ചോദിക്കുന്നുണ്ട്. റിയാസ് പറയുന്നുണ്ട് ആരാ? പൂജ. ഏത് പൂജ? ഇന്നലെ തോറ്റ പൂജ. ഇന്നൊരു ജയിച്ച പൂജയും കൂടി വരാനിരിക്കുന്നുണ്ട്, തോറ്റ പൂജ. അപ്പം ആ ഒരു പൂജ, ആ ഒരു മൈൻഡ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. രഞ്ജിനിയും ആ പേര് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. കണ്ടസ്റ്റൻസിന് മാറ്റം ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള 40 പേരിൽ അടുത്ത സെറ്റ് ഓഫ് 20 പേര് തന്നെയാണ്. ഞാൻ ഒന്നുകൂടി ആ പേരുകളൊക്കെ ഒന്ന് പറയാം. ഇന്നലെ ഉള്ള 20 പേരുടെ പേരല്ല, ഇന്നത്തെ 20 പേരുടെ പേര്: നന്ദകിഷോർ, സോണി അസീം, പൂജ, രാകേഷ്, വൈശാഖ്, ഷിജുലാൽ, സ്റ്റിനിയ, താഷി, റിജോ ജോൺസൺ, റൈബിൻ, സോന അലക്സ്, ജെറ്റി പി തോമസ്, അളകനന്ദ, ഷാമോൻ, നിതിൻ ദാസ്, പ്രവീൺ, അഫിയാനാസ്, ലോലിത, ഷിൻജിത് ബാബു, ശ്യാം. ഇവരിത്രയാണ് ടോട്ടൽ കണ്ടസ്റ്റൻസ് ഇന്ന് വന്നിട്ടുള്ള 20 പേര്. അപ്പോൾ ഇവരുടെ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് ഇനി നാളെയാണ് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഫൈനൽ ഗെയിം. നാളെ മുതലാണ് അസ്ലി ഗെയിം കളിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ദെൻ ഈ കണ്ടസ്റ്റൻസിനെ അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ പൂജ, നിങ്ങൾ അവിടെ നിന്ന് മറ്റേ കയറിയപ്പോൾ നിങ്ങൾ എങ്ങനെ തോറ്റത്, ആ തോറ്റതിൻ്റെ ഒരു ഫീൽ ഉണ്ടോ അല്ലെങ്കിൽ വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പുതിയൊരു പൂജ വന്നിട്ടുണ്ട്. ആ പൂജയാണ് കയറി പറയുന്നത് എന്താ, അവിടെ ജസ്റ്റിസ് സെർവ് ആയില്ല, അവൾക്ക് അവിടെ കയറ്റി വിട്ടു, കരഞ്ഞതിന്റെ പേരിൽ മാത്രം കയറ്റി വിട്ടു എന്നുള്ള രഞ്ജിനി കറക്റ്റായിട്ട് അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. അവിടെ രഞ്ജിനിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം രഞ്ജിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അന്നേരം നാക്കില്ലായിരുന്നോ പറയാം, നിങ്ങൾക്ക് അന്നേരം നിങ്ങളുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണല്ലോ കിട്ടുക, അപ്പൊ അന്നേരം പറയാതെ പിന്നെ ഇപ്പൊ വന്നിരുന്ന് കിടന്ന് ചലയ്ക്കുന്ന എന്തിനാ, കുരയ്ക്കുന്ന എന്തിനാന്നുള്ള കറക്റ്റ് ഇത് രഞ്ജിനി ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, അതിനുശേഷം അവിടെ കിടന്ന് കുറെ മെഴുകുന്നുണ്ട് ആര്, നമ്മുടെ ഈ പറയുന്ന പൂജ. എന്നിട്ട് പൂജ പറയുന്നുണ്ട് അങ്ങനെ ആ പൂജ ഇങ്ങനെയായി ബ്ലെയിം ചെയ്യുന്നുണ്ട്, നമുക്ക് കയറാൻ പറ്റാത്തത് അവൾ കാരണമാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ മാത്രം എന്തിനു കടത്തി വിട്ടു എന്നുള്ള ഒരു സാധനം അവിടെ കിടന്ന് നല്ല രീതിയിൽ ബ്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ കൊണ്ട് താക്കോൽ വേറൊരാൾക്ക് കൊടുത്തു, അയാൾ നമ്മൾ ചതിച്ചു, അതാണ് നമ്മുടെ ക്ലൂ ഉണ്ടായിരുന്നു, ഹിന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അളകുന്നത്, അങ്ങനെ കുറെ കിടന്ന് അവിടെ കിടന്ന് വട്ടം ചുറ്റി ലൂപ്പിൽ കിടന്ന് കറങ്ങുമായിരുന്നു. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുക, അപ്പോഴാണ് അപ്പം ഒരാൾ അങ്ങനെ പറയുന്നു, അതിനിടയിൽ കൂടി വന്ന് നിൽക്കുന്നവർ കുറെ പേര് അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇതിനിടെ കൂടെ കുറെ സംസാരം. രഞ്ജിനി അപ്പോഴാണ് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഇവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അഖിൽമാരാറും രഞ്ജിനിയും റിയാസൊന്നും പറഞ്ഞിട്ടൊന്നും ഇവരൊന്നും കേൾക്കുന്നില്ല. അപ്പൊ രഞ്ജിനി പറയണം സ്റ്റോപ്പ്, ഡൺ, നിർത്ത്. എന്താ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നിർത്തുക. ഓക്കെ, നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നിർത്തണം. വെൻ വി സേ നോ മോർ ടോക്കിംഗ് then you stop talking എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ആദ്യം തന്നെ മറ്റവരുടെ അടുത്ത് ഇതൊന്നും പറയേണ്ട ഒരു കാര്യം വന്നില്ല, ഇവരെടുത്ത് ഇതെല്ലാം പറയേണ്ട അത്യാവശ്യം ഇവർക്ക് വന്നുപോയി. കാരണം ഇവർ അമ്മാതിരി ചന്ത അലപ്പാണ് കയറുമ്പോഴേ, സത്യം അത് പറഞ്ഞു ഒതുക്കുന്നുണ്ട് രഞ്ജിനി. നല്ലൊരു കാര്യം. പിന്നീട് ഇവർ ഓക്കെ ആയിട്ടോ, പിന്നീട് മറ്റേ ടീമിനെക്കാളും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സാധനമാണ്. ദെൻ അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രഞ്ജിനി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കിടന്ന് അലയ്ക്കുന്ന കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ പുറത്തേക്ക് നമ്മൾ കണ്ട് ഫെയറും അൺഫെയർ ഒക്കെ പ്രേക്ഷകർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് കുറച്ച് പറയാനുണ്ട്, വരട്ടെ. അടുത്ത ഇൻഫിനിറ്റി പെൻഡന്റിന്റെ കാര്യമൊക്കെ പറയുന്നു. റിയാസ് സെലക്ട് ചെയ്യുന്നത് അളകനന്ദ, ജെറ്റി, ഷാമോൻ, റിജോ, റൈബിൻ, താഷി, സോന അലക്സ്, ഇത്രയും പേരെയാണ്. രഞ്ജിനി സെലക്ട് ചെയ്യുന്നത് പൂജ, സോണി, വൈശാഖ്, രാകേഷ്, സ്റ്റിനിയ, നന്ദകിഷോർ, ഷിജുലാൽ, ഇവരെയാണ്. അഖിൽമാരാണ് സെലക്ട് ചെയ്യുന്നത് അഫിയാനാസ്, പ്രവീണ്, ലൊലിത, ഷിംജിത്ത്, നിതിൻ, ശ്യാം, ഇവരെത്രയും പേരെയാണ് അഖിൽമാരാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ശ്യാമിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഞാൻ കണ്ടില്ല അതിനകത്ത് എപ്പിസോഡിൽ, പർട്ടിക്കുലർലി ഞാൻ കണ്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ അടുത്ത് ഇവരെല്ലാവരും ഇവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോ ടീമിനെയും ഫസ്റ്റ് ടീമായിട്ട് രഞ്ജിനിയുടെ ടീമിനെയാണ് വിളിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ബിഗ് ബോസ് കപ്പടിക്കാനാണ് വന്നത്, ഞാൻ കപ്പടിക്കാനാണ്, അഗ്നിപരീക്ഷ അല്ല എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ഒരാൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ 3-4 പേര് ഈ കിടന്ന് പിടിക്കുമ്പോൾ അഖിൽമാരാറോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കപ്പടിക്കുന്ന കേസൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് പറയും, ഇവിടെ അതല്ല, നിങ്ങൾ ഈ ഷോ ജയിക്കാനാണ് വന്നിരിക്കുന്നത്. അത് കറക്റ്റ് കാര്യമാണ്.
ടാസ്ക് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു കട്ട കൂടാരം കൊടുത്തിരിക്കുകയാണ്. ജോമെട്രിക്കൽ 3D ഫിഗേഴ്സ് കൊടുത്തിട്ട് അതിനെ ഏറ്റവും മാക്സിമം ഉയരത്തിൽ എല്ലാ പീസസും വെച്ച് അടുക്കി വെക്കുക എന്നുള്ള ടാസ്ക്കാണ്. ഞാൻ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കഥ പറയാനോ അല്ല വന്നിരിക്കുന്നത്. അതിനകത്ത് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈവൻ രഞ്ജിനിയുടെ ടീമാണ് ആദ്യം വരുന്നത്. പൂജ ആയാലും സോണി ആയാലും വൈശാഖ്, രാകേഷ്, സിനിയ, നന്ദകിഷോർ, ഷിജുലാൽ. നന്ദകിഷോർ കോൺസെൻട്രേറ്റ് ചെയ്ത് നൈസായിട്ട് വെക്കുന്നുണ്ട് പുള്ളി. പക്ഷെ പുള്ളി ഒരു കട്ട മിസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ പ്രേക്ഷകർ പോലും ശ്രദ്ധിക്കുന്നില്ല. ഒരു കട്ട പുള്ളി മിസ് ചെയ്യാണ്ടാണ് അത് പറക്കി അടുക്കി വെച്ചത്. അതുപോലെ തന്നെ ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷിജുലാലും അടുക്കി പറക്കി എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ബസർ ടു ബസറാണ്. ആ ബസർ അടിക്കുന്ന സ്പോട്ടിൽ ഷിജുലാലിൻ്റെ തെറിച്ച് വീണ് പുള്ളിയുടെ കോൺഫിഡൻസ് ഒക്കെ ആകെ മൊത്തം ഒരു രീതിയിലാവുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യാണ്, ടാസ്ക് കഴിഞ്ഞ് ആ ടീമിനകത്താണല്ലോ പൂജയുള്ളത്. ആരും നമ്മുടെ രഞ്ജിൻ്റെ ടീമിനകത്താണ് പൂജയുള്ളത്. അപ്പോൾ ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാകേഷ് അടുക്കി കൊടുക്കുന്ന സാധനം മറിഞ്ഞ് എന്ത് ചെയ്യുന്നു, പൂജയുടെ ഇതിലോട്ട് മറിഞ്ഞെങ്കിൽ വീഴുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞ് പൂജ വീണ്ടും എന്ത് ചെയ്യണം, ബ്ലെയിം ചെയ്യണം. അത് ഇയാൾ ഇങ്ങേരെ വന്ന് എൻ്റെ മണ്ടയിലോട്ട് വീണത് കൊണ്ടാണ് എനിക്കെങ്ങനെ പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ കിടന്നുകൊണ്ട് കുറേ വീണ്ടും കിടന്ന് അലയ്ക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് എങ്ങനെയും ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തും വിളിച്ച് പറയാം, എങ്ങനെയും അവരെ തലയിൽ വെക്കാം, ഇവരെ മൊത്തം ബാക്കിയുള്ളവരൊരു ബ്ലൈം. അപ്പം അത് രഞ്ജിനിയും റിയാസും അഖിൽ മാരാറും കൈയോടെ പൊക്കി ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോയി നമ്മുടെ ഔട്ട് ഹൗസിലോട്ട് പോയി ഇരുന്നോളൂ എന്നുള്ള ലെവലിൽ അങ്ങ് വിടുന്നുണ്ട്. അടുത്ത് തന്നെ ഇതിനകത്ത് ഔട്ട് ഹൗസിലേക്ക് വിടുന്നത് നന്ദകിഷോറിനെയാണ്. നന്ദകിഷോറിനെ എന്തിനാ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഫെയർ. നന്ദകിഷോർ മാക്സിമം അടുക്കി വെച്ചിട്ടുണ്ട്, ഫെയർ അല്ലായിരുന്നു, അതിനകത്ത് ഒരു കട്ട കൂടി ബാക്കിയുണ്ട് എന്നുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ് നന്ദകിഷോറിനെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നന്ദകിഷോർ ആ സമയത്തുള്ള ഫേസ് എക്സ്പ്രഷൻ നിങ്ങൾ കാണുമായിരുന്നു. എല്ലാം അടുക്കി പറക്കി വെച്ചു, എനിക്ക് തന്നെ കിട്ടും പെൻഡന്റ് എന്ന് പറഞ്ഞ് ഇന്ന് ആ ഒരു മൊമെന്റിലാണ് നന്ദകിഷോറിനെ പറഞ്ഞത്. കാരണം ബാക്കിയുള്ളവരെല്ലാം മാക്സിമം എല്ലാം അടുക്കി പറക്കി വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നന്ദകിഷോർ എന്ത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നന്ദകിഷോറിനെയാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടത്. ദെൻ അടുത്ത് നമ്മുടെ പൂജ വീണ്ടും ഇരുന്ന് ബ്ലെയിം ചെയ്യുന്ന കേസിൽ പൂജയെ പറഞ്ഞു വിടുന്നുണ്ട്. അത് ഓവർ അഗ്രഷൻ എന്ന് പറഞ്ഞാണ് കൊടുത്തു വിടുന്നത്. ദെൻ ഷിജുവിനാണ് പെൻഡന്റ് കൊടുക്കുന്നത്. പക്ഷെ ഷിജുവിന് മാത്രമല്ല, ഷിജുവിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രാറ്റജിക്കലി രാകേഷ് കളിച്ചതായിരിക്കും. രാകേഷ് സ്ട്രാറ്റജിക്കലി ചിലത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, മറിഞ്ഞ് മറിഞ്ഞ് ആരുടെ മണ്ടയിൽ വീണതാണ്, പൂജയുടെ മണ്ടയിൽ വീണതാണ്. അപ്പോൾ സ്ട്രാറ്റജിക്കലി കളിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് രാകേഷിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻഫിനിറ്റി പെൻഡന്റ്. അപ്പം ഞാൻ ആലോചിക്കുക, രാകേഷിന് അവിടെ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. രാകേഷ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം ആ വ്യക്തി അവർക്ക് റീപ്ലൈ ചെയ്തവർ നോക്കുന്നുണ്ട്, അതിനകത്ത് ഇയാൾ കഷ്ടപ്പെട്ട് അടുക്കുന്നുണ്ട്, അത് മറിഞ്ഞ് പൂജയുടെ മണ്ടയിൽ വീഴുന്നുണ്ട്. ചക്ക വീണ് മുയൽ ചത്തതിന് അയാൾക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അത് ഷിജുലാലിന് കൊടുത്തത് ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിനകത്ത് ആ കംപ്ലീറ്റ് ചെയ്ത് നന്ദകിഷോർ അവിടെ പോവുകയും ചെയ്തു, ഷിജുലാലിന് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഷിജുലാലിന് കൊടുത്തത് ഓക്കെ, അതിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ദെൻ അടുത്ത് ഓറഞ്ച് ബ്ലോക്ക് വൈശാഖ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആര്, നമ്മുടെ രഞ്ജിനി. കറക്റ്റ് ഓറഞ്ച് ബ്ലോക്ക് വൈശാഖാണോ? വൈശാഖ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ ആര് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ നന്ദകിഷോർ എന്ന് പറഞ്ഞത്, പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ഡേ ആയതുകൊണ്ടേ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ വൈശാഖിൻ്റെ ഇഷ്യൂ, വൈശാഖ് വടശ്ശേരി അല്ലേ, വൈശാഖിൻ്റെ ഇഷ്യൂ വൈശാഖ് എല്ലാം അടുക്കി പറക്കി വെച്ചു. പക്ഷേ മൊത്തം വെക്കാനുള്ള എല്ലാ കട്ടകളും വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആര് കാണിച്ചില്ല, വൈശാഖ് കാണിച്ചില്ല. ബാക്കിയുള്ളവർ പൊളിഞ്ഞ് വീഴുന്നുണ്ടെങ്കിലും ഇടിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പറയുന്ന വൈശാഖ് അവസാനം എനിക്ക് ഇത്രയും ഒരു പീസ് മാത്രം ബാക്കി നിർത്തിയിട്ട് വീഴുമെന്ന് കരുതിക്കൊണ്ട് അതെല്ലാം ബാക്കി പറക്കി അവിടെ അടുക്കി വെച്ചിരുന്നു. പക്ഷെ നന്ദകിഷോറിന്റെ കേസ് വരുമ്പം നന്ദകിഷോറിന് അവർ പറഞ്ഞു വിട്ടത് 3-4 കട്ടകൾ ഒരുമിച്ച് പറക്കി വെച്ചു, ഒരു സിംഗിൾ പീസായിട്ടായിരുന്നു പറക്കി ജോമെട്രി അടുക്കേണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അത് ഇത് ഫെയർ ആണ്. രാകേഷിന് പെൻഡന്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് ഇതിലൊരു അൺഫെയർ സാധനം തോന്നിയിട്ടുള്ളൂ. അടുത്ത് രണ്ടാമത്തെ ടീമിനെ വിളിക്കുന്നു, റിയാസിന്റെ ടീമാണ്. അതിനകത്ത് വരുമ്പോൾ തന്നെ താഷിയോട് പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഔട്ടാക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഡയറക്റ്റ്ലി ഇതിനകത്ത് സംസാരിക്കുന്ന നമ്മുടെ എന്താ പറയുക, ഒരു പെങ്കൊച്ചിനെ പൊക്കിയിട്ട് ഇവളെ അങ്ങ് ഔട്ടാക്കണം എന്നുള്ള കാര്യം, ഇവൾ ഫേക്കാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ ആ പെൺകുട്ടി പറയണത് എന്നെ ഫേക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ പെൺകുട്ടിയുടെ പേരൊന്നും എൻ്റെ മനസ്സിലോട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. എല്ലാം നമ്മൾ ഒറ്റയടിക്ക് ഈ 40 പേരാണ്, ബിഗ് ബോസ് പോലെ 20 പേരല്ല,
40 പേരാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് 2-3 ദിവസം പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ ആവും. സോനയാണെന്ന് തോന്നുന്നു. സോനയാണോ പറയുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നു. അളകനന്ദയല്ല. പിന്നെ ഇതിനകത്തുള്ളത് ജെറ്റിയും സോനയുമാണ്. ജെറ്റിയാണോ പറയുന്നത്, സോനയാണോ? സോനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പറയുന്നത്, താഷി പറയുന്നത്. അങ്ങനെ ഫേക്കാണ്. അപ്പോൾ തുടക്കത്തിൽ അപ്പം തന്നെ രഞ്ജിനി പറയുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇപ്പം തന്നെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് മുളവടി ടാസ്ക്കാണ്. എൻ്റെ പൊന്നേ ബിഗ് ബോസിനകത്തെ ടാസ്ക്. ഇവിടെ ഈ ടാസ്ക് സ്പീഡും ഫോക്കസും കൊണ്ട് നമ്മുടെ ചെണ്ടക്കാരൻ, നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ അത് കണ്ടിട്ട് ചെയ്ത് വന്ന് കാണാവൂ കേട്ടോ മക്കളെ, ഞാൻ കഥയല്ല പറയുന്നത്. അപ്പോൾ ആ ടാസ്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് തുടക്കത്തിൽ തന്നെ അളകനന്ദയും ഒരു പയ്യനും കൂടെ കിടന്ന് നല്ല വഴക്ക് കൂടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നല്ല വഴക്ക്. ഷാമോനാണെന്ന് തോന്നുന്നു. ഷാമോൻ്റെ കൂടെ അല്ല വഴക്ക് കൂടുന്നത്, വേറെ ഒരു പയ്യനുണ്ടല്ലോ, വഴക്ക് കൂടുന്നുണ്ട്. അങ്ങനെ വഴക്ക് കൂടുമ്പോഴത്തേക്കും പിന്നീട് എന്ത് ചെയ്യുന്നു, റിജോ ആണെന്ന് തോന്നുന്നു കേട്ടോ വഴക്ക് കൂടുന്നത്. ആ വഴക്ക് കൂടുന്നതിൻ്റെ കൂടെ അങ്ങോട്ടും ഇവർ ജഡ്ജസ് പറയുന്ന കേൾക്കുന്നില്ല, പാട്ട് പ്ലേ ചെയ്ത് നിർത്തുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അപ്പം ഇത് ജഡ്ജസിന് നല്ല പ്രാന്തളവുന്നു. ഇത് കണ്ടിട്ട് പ്രാന്തളവുമ്പോഴത്തേക്കുമാണ് അഖിൽ മാരാർ കയറി പറയുന്നത്, നമ്മൾ പറയുന്നത് നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ല, എന്താണ് നിങ്ങളോട് ചെയ്യുന്നത്, നിങ്ങൾ തോന്നിവാസം പോലെ ആയിക്കോ എന്ന്. അപ്പോൾ തന്നെ രഞ്ജിനി ഫയറാണ്, നിങ്ങൾ ഇനി എന്ത് കോപ്പ് ചെയ്താലും വേണ്ടില്ല, അടുത്ത റൗണ്ട് ആവട്ടെ, നമ്മളിപ്പോൾ ഔട്ടാക്കി കാണിച്ചാൽ എന്നുള്ളൊരു ലെവലിൽ രഞ്ജിനിയും നിൽക്കുന്നുണ്ട് ഈ ടാസ്ക്. കാരണം ഇവർ കേൾക്കുന്നില്ലല്ലോ. പിന്നെ അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥയിൽ അവർക്കൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഓരോരുത്തർ വീതം ഔട്ടായി അവസാനം ജെറ്റിയും താഷയും കൂടെ ലാസ്റ്റ് വരുവാണ്. അതിനകത്ത് കൈമാറുന്ന ജെറ്റി നല്ലൊരു സ്ട്രാറ്റജിക്കൽ പ്ലേ നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ മുളവടി ഇങ്ങനെ ഇരിക്കുമെങ്കിൽ മുളവടി നമ്മൾ ഇങ്ങനെ വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത മുളവടി ഇവിടെ ഉള്ളത് ഒരാളുടെ ചേഞ്ച് ചെയ്തിട്ട് അടുത്തത് ഇവിടത്തെ വിട്ടിട്ട് വേണം ഇവിടുത്തത് പിടിക്കാൻ. പക്ഷേ ഇതിനകത്ത് ജെറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ, മുളവടി വിടുന്നതിന് പകരം ഇതിനങ്ങ് നിരക്കി വിടും. ഈ സാധനം നിരക്കി അങ്ങ് വിടും. അപ്പം എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന അങ്ങ് കിട്ടത്തില്ല. ഇതിനെ നിരക്കി വിട്ടിട്ട് അപ്പുറത്ത് നമ്മളിങ്ങനെ വിട്ടിട്ട് മാറുമ്പോൾ നമുക്കത് പിടിക്കാനുള്ള ഈ ഒരു സ്പേസ് കിട്ടുമല്ലോ. പക്ഷെ നിരക്കി ഇങ്ങനെ വിടുമ്പം അവിടെ ഒരു പോയിന്റ് പോലും സ്പേസ് ഇല്ല, അത് പിടിക്കാനുള്ള ടൈം ഇല്ല. ജെറ്റി അവിടെ സ്ട്രാറ്റജിക്കലി പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ താഷി കൊണ്ട് പറ്റുന്നില്ല, നോക്കുന്നുണ്ട്, താഷിക്ക് അത് കിട്ടത്തില്ല. അങ്ങനെ അവസാനം അതിനകത്ത് ഒന്നുകൂടി നമുക്കൊന്ന് കാണണം എന്നുള്ള ലെവലിൽ വരുന്നുണ്ട്. ഷാമോൻ ഇതിനിടയ്ക്ക് പാട്ട് തീരുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, പാട്ടല്ല ചെണ്ടക്കാരൻ പ്ലേ നിർത്തുമ്പോഴത്തേക്കുമാണ് നമ്മൾ മുള കൈമാറേണ്ടത്. അപ്പോൾ അവിടെ അൺഫെയർ കാണിക്കുന്നുണ്ട്. അത് നിർത്തുന്നതിന് മുന്നേ ആയതുകൊണ്ട് ഡയറക്റ്റ്ലി ഔട്ട് ഹൗസിലോട്ട് പറഞ്ഞു വിടുകയാണ് ആരെ, ഷാമോനെ. ദെൻ റിജോയെയും അടുത്ത റൗണ്ടിന്റെ ബേസിസിൽ പറഞ്ഞു വിടുന്നുണ്ട്. അടുത്ത റൗണ്ടിന്റെ അല്ല, അവരിങ്ങനെ റിജോ ഓക്കെ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജോയെയും പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഈ പറയുന്ന ജെറ്റിയുടെ ഇഷ്യൂ അതുപോലെ തന്നെ താഷിയുടെ കൂടെ നമുക്കൊന്ന് റീമാച്ച് കൊടുത്താലോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് നമ്മുടെ റിയാസും സംഘവും കൂടെ ആലോചിക്കുന്നത്. അപ്പോൾ കൊടുക്കണോ എന്നുള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ ജെറ്റിയുടെ മനസ്സിൽ ജെറ്റി ഇങ്ങനെ നിരക്കി കളഞ്ഞു, ദാറ്റ് ഈസ് അൺഫെയർ. അത് അൺഫെയർ ആണ്. പക്ഷെ ജെറ്റി സംഭവം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജെറ്റിയുടെ മനസ്സിൽ ആരാ വിജയ്? ജെറ്റിയാണ് വിജയ്. അപ്പോൾ കൊടുക്കണോ, എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജെറ്റി കൊടുക്കണ്ടായിരുന്നു എന്നുള്ള ലെവലിൽ സംസാരിക്കാണ്. കാരണം ജെറ്റി അടുത്ത റൗണ്ട് വന്നു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിനകത്ത് കാണിച്ച വേല താഷിക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത റൗണ്ട് വന്നു കഴിഞ്ഞാൽ താഷി അത് പൊക്കും. അപ്പോൾ തന്നെ രഞ്ജിനി അപ്പം അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, അടുത്ത റൗണ്ട് തരുന്നില്ല, പക്ഷെ ഈ റൗണ്ടിൽ താഷിയാണ് വിന്നർ, സമ്മതിച്ചോ? അപ്പം മൊത്തം ജെറ്റി കൺഫ്യൂഷനായി, എന്തൊക്കെ പറഞ്ഞത് എന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പം ഓക്കെ ഫൈനൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, താഷി യു ആർ ദ വിന്നർ, കൺഗ്രാജുലേഷൻസ്. അപ്പം അവിടെ രഞ്ജിനി ഭയങ്കര അങ്ങ് സ്കോർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാണ് ഇതൊക്കെ എന്തുവാ ഇവിടെ കാണിക്കുന്നേ എന്നുള്ളൊരു ലെവലാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് കണ്ടസ്റ്റൻസിനെ പോർട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൂടുതലും ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. ഇത് ജഡ്ജസ് അവർക്ക് ഫയർ ആവാനും നമ്മൾ പഴയ ബിഗ് ബോസിന്റെ മറ്റേ ആൾക്കാരാണ്, അപ്പോൾ നമുക്കൊന്ന് മുകളിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ലെവലിൽ കുറേ അവരുടെ അടുത്ത് പെരുമാറുന്ന പോലെ തോന്നി. ഇതിവിടെ അല്ല, ഇനി അടുത്ത ഇൻസിഡന്റിൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ താഷിയെ പിടിച്ച് വിന്നറാക്കുന്നുണ്ട്. താഷിക്ക് അവിടെ പെൻഡന്റ് കിട്ടുന്നുണ്ട്. അടുത്ത ഗ്രൂപ്പ് 3 വിളിക്കുന്നുണ്ട് അഖിൽ മാരാറുടെ ടീം. അതിനകത്ത് എന്താ പറയുക, ഞാൻ നേരത്തെ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളത്തെ ടാസ്കിന്റെ പ്രൊമോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രൊമോയുടെ സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് കൊടുത്തിട്ടുള്ള ടാസ്ക്. ആ ടാസ്കിലും ഔട്ട് ഹൗസിൽ പറഞ്ഞു വിടുന്ന രീതി അഫിയാനാസിനെ ഔട്ട് ഹൗസിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അത് അഫിയാനാസിനെ കൊണ്ട് പറ്റുന്നില്ല. സ്ട്രോ വെച്ച് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ഊതി എടുത്തിട്ട് അഫിയാനാസ് ഇങ്ങനെ വീഴാതിരിക്കാൻ മണ്ടയിലൊക്കെ വെച്ചാണ് കൊണ്ടുപോയി ഇടുന്നത്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അത് ഡയറക്റ്റ്ലി ഔട്ട് ഹൗസിലോട്ട് വിടുന്നുണ്ട്. ദെൻ അടുത്ത് നിതിനെ വിടുന്നുണ്ട്. നിതിൻ ഒരു സൂംബ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ സൂംബ എന്ന് പറഞ്ഞാൽ എയറോബിക്കിന്റെ പരിപാടിയാണ്. അപ്പം ബ്രീത്തിങ് കൂടുതൽ ഉണ്ടായിരിക്കണം, അപ്പോൾ ബ്രീത്തിങ് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ദാറ്റ് വാസ്
ടോട്ടലി എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. അയാൾ വർക്ക് ചെയ്യുന്നതും അയാളുടെ ചുറ്റുപാടും അയാൾ ആരായിരുന്നു, അങ്ങനെയോ ഇങ്ങനെയോ എന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയദർശിനിയിൽ ഇപ്പം നമ്മുടെ സർക്കാർ ഇപ്പം അനുവദിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സർക്കാർ ജോലിയുള്ളവർ കയറാൻ പാടില്ല, 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ കയറാൻ പാടില്ല, എന്തെങ്കിലും ഉണ്ട്, എല്ലാവർക്കും ഫ്രീ ആണ് പ്രിയദർശിനിയിൽ ആണല്ലോ. ഇത് നിതിനെ അതിനകത്ത് മാക്സിമം കുറെ കളക്ട് ചെയ്യുന്നുണ്ട്, 22-23 നിതിന് കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കുറെ ആ ഒരു ലെവൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും നിതിനെ അവർ ഔട്ട് ഹൗസിലേക്ക് ആക്കുന്നത് നിതിൻ എന്തായിരുന്നു, ഒരു സൂംബ ഇൻസ്ട്രക്ടർ ആണ്. അപ്പൊ സൂംബ ഇൻസ്ട്രക്ടറായ നിതിൻ ഇങ്ങനെ അല്ലായിരുന്നു പെർഫോം ചെയ്യുന്നത്. അപ്പൊ എനിക്കത് എന്ത് കോപ്പാണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഇതായിപ്പോ എനിക്ക് മനസ്സിലായോ. ദാറ്റ് മീൻസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഐ എം എ ബിഗ് ബോസ് റിവ്യൂവർ. ഞാൻ ബിഗ് ബോസിനകത്ത് പോയി 2 ദിവസം ഈച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, ഈച്ചയായിട്ട് ഇരിക്കുന്നു. ആൻഡ് ഇഫ് യു ആർ എവിക്റ്റഡ്, കാരണം യു ആർ എ ബിഗ് ബോസ് റിവ്യൂവർ, സോ യു നോ ഹൗ ടു പ്ലേ ബിഗ് ബോസ്, ദെൻ യു ആർ എന്താ പറയുക ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, ദെൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഭയങ്കര ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനകത്ത് ലൊള്ളിറ്റ കുറേ കളക്ട് ചെയ്യുന്നുണ്ട്, സൈലന്റ് കില്ലറായിട്ട് കുറേ മാക്സിമം അതിനകത്ത് കളക്ട് ചെയ്ത് വരുന്നുണ്ട്. സെക്കൻഡാണ് ലൊള്ളിറ്റ. ഇതിനകത്ത് കൂടുതൽ കളക്ട് ചെയ്യുന്നത് ആരാണ്? ശ്യാമാണ് ഏറ്റവും കൂടുതൽ സാധനം കളക്ട് ചെയ്യുന്നത്. സ്ട്രാറ്റജിക്കലി ശ്യാം എന്തിട്ട് ബാക്കിയുള്ളവരുടെ ഊതിക്കളഞ്ഞിട്ട് സ്വന്തമായിട്ട് നല്ല കാര്യമാണ്. പക്ഷെ ഇവര് ലൊള്ളിറ്റയ്ക്ക് പെൻഡന്റ് കൊടുക്കുന്നു, ശ്യാമിന് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പ്രയോറിറ്റിയാണ് ശ്യാമിന്, ഫസ്റ്റ് അവർ ലൊള്ളിറ്റയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇതെന്തുമായി കാണിക്കുന്നത്? ലൊള്ളിറ്റയ്ക്കോ? ഫസ്റ്റ് ഒരാൾക്കാണ് ഒരു ടാസ്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 പേർക്ക് വീതം കൊടുക്കുന്നത്. ഫസ്റ്റ് ടാസ്കിലും 2 പേർക്ക് കൊടുത്തു, സെക്കൻഡ് ടാസ്കിൽ ഒരാൾക്ക് കൊടുത്തു, ഇതിനകത്ത് വീണ്ടും 2 പേർക്ക്. അപ്പൊ ഞാൻ ആലോചിക്കും എന്ത് കോപ്പായി നടന്നുകൊണ്ടിരിക്കണേ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എനിക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ടാസ്ക് കൂടി കഴിഞ്ഞപ്പോൾ ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുള്ളവര് നന്ദകിഷോർ, പൂജ, ഷാമോൻ, റിജോ, അഫിയാനാസ്, നിതിൻ. ഇതിനകത്ത് നമ്മുടെ നന്ദകിഷോറിനെയും പൂജയും പറഞ്ഞു വിട്ടത് ഓക്കെ, നമുക്കത് ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഷാമോനെ പറഞ്ഞു വിട്ടതും കറക്റ്റാണ്. പക്ഷെ റിജോയെ പറഞ്ഞു വിട്ടത്, അതുപോലെ തന്നെ നിതിനെ പറഞ്ഞു വിട്ടതും എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. അതുപോലെ റിജോയെയും നിതിനെയും പറഞ്ഞു വിട്ടത് എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൻഡന്റ് കൊടുത്ത കേസിൽ രാകേഷ് ഭയങ്കര പവറായിട്ട് നിൽക്കുന്നു. സോ രാകേഷിന് ഒരെണ്ണം കൊടുക്കുന്നു പറഞ്ഞ് രാകേഷിന് കൊടുത്ത സാധനം എനിക്ക് ഓക്കെ ആയില്ല. ലൊള്ളിത്തയ്ക്ക് കൊടുത്തതും എനിക്ക് ഓക്കെ ആയില്ല. നമുക്ക് അവരുടെ അടുത്ത് ഒരു പേഴ്സണൽ സാധനവും ഇതും ഇല്ല. എന്നാൽ പോലും എന്തിനാ അങ്ങനെ ചെയ്തേ എന്നൊരു മെന്റാലിറ്റിയാണ്. പിന്നെ അളകനന്ദ ഭയങ്കര ഫയറായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇന്നത്തെ എൻ്റെ കണ്ണിലുടക്കിയ കുറേ കണ്ടസ്റ്റന്റ്. രാകേഷ് വാസ് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഏജ് ഒക്കെ ഉള്ള ആളാണ്. മരപ്പണിയുടെ പ്രൊമോയൊക്കെ വന്നത് പുള്ളിക്കാരാണ്. പക്ഷെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് പുള്ളിക്കാരന്. ഈ പെൻഡന്റ് കൊടുത്തതിലാണ് എനിക്ക് എന്താ പറയുക ഒരു എഗെയിൻസ്റ്റ് ഒപ്പീനിയൻ എനിക്കുള്ളത്. പക്ഷേ ബാക്കി കേസിൽ പറയുവാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ രാകേഷ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്ന് കുറെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെക്കാൾ കൂടുതൽ പേര് ഞാൻ ഇന്ന് ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്ത് നല്ല കുറേ ആൾക്കാർ. ഒന്ന് അളകനന്ദ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, ജെറ്റി, അതുപോലെ തന്നെ പിന്നെ താഷി. ഇതിനകത്ത് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ പേരാണ്. പൂജ അങ്ങനെ കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ പോലും പുള്ളിക്കാരുടെ ഉള്ളിലൊരു തീയുണ്ട്, അത് കത്തിക്കാനാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോ പൂജ, പിന്നെ അതുപോലെ തന്നെ രാകേഷ്, പിന്നെ അഫിയാനാസിനെ കൊണ്ട് പറ്റുന്നില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അത് കാണാതെ പോകരുത്. ലൊല്ലിത്ത, പിന്നെ അതിനകത്ത് എന്താ പറയുക ഒരാളുണ്ടായിരുന്നു, പേര് ഷിൻജിത്ത് ബാബുവിൻ്റെ ഒക്കെ ഒരു സ്വപ്നമൊക്കെ പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു കേസെല്ലാം അവിടെ വളരെ അയാളുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. ശ്യാം, അപ്പോൾ കുറേ കണ്ടസ്റ്റൻസിന് എനിക്ക് ഇന്നലത്തെക്കാൾ കൂടുതൽ ഇന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇനി നാളെ ഇവരെല്ലാവരും കൂടി 40 പേരും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള കളിയാണ്. അത് നമുക്ക് നോക്കാം. അതിൻ്റെ അപ്ഡേറ്റും റിവ്യൂവും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.